നമുക്ക് ഈ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ ഈ പ്രതിക്രിയാവാദികളും അതോടൊപ്പം തന്നെ വേറെ ചില വാദികളുമൊക്കെ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നത്തിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു പത്രസമ്മേളനമായിപ്പോയി ഇന്നത്തേത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഞാൻ കണക്ക് മാത്രം പറയാം ഈ വിഷയത്തിൽ. നമുക്ക് നിയമത്തെ കാര്യം തുടങ്ങാം. നിയമത്ത് നിലവിലുള്ള കണക്കിൽ 2016 ബി ജെ പിക്ക് 67,813 വോട്ടാണ് അവിടെ കിട്ടിയത്. 2021 51,888 വോട്ടും 2026 57,192 വോട്ടുമാണ് ബി ജെ പിക്ക് അവിടെ ലഭിച്ചത്. എൽ ഡി എഫിന് അവിടെ കിട്ടിയത് 59,142 2016, 21 55,837, 2027 52,214. ഇതാണ് അവിടുത്തെ അവസ്ഥ. 3,500 വോട്ട് കുറഞ്ഞു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി യു ഡി എഫിൻ്റെ കാര്യം എടുക്കുക. ഞങ്ങൾ അവിടെ 3-ാം സ്ഥാനത്താണ്. ബി ജെ പി ജയിച്ച 3 സ്ഥലത്ത് ഞങ്ങൾ പുറകിലാണ്, 3-ാം സ്ഥാനത്താണ്. 13,860 വോട്ട് ആയിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അത് 36,524 വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു. കെ മുരളീധരൻ അവിടെ മത്സരിച്ചപ്പോൾ. ശബരിനാഥ് വന്നപ്പോൾ അത് 29,730 കുറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേമത്ത് അല്ലെങ്കിലും ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. ഇനി ബാക്കി 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചാത്തന്നൂരിൽ 11,771 വോട്ട് എൽ ഡി എഫിന് വന്നിട്ടുണ്ട്. 11,770. ഞങ്ങൾ കുറഞ്ഞത് വെറും 996 വോട്ടാണ്. അവിടെ ബി ജെ പി തോന്നുന്നത് യു ഡി എഫിന് കുറച്ച് വോട്ട് കൂടുകയല്ലേ ചെയ്തത്? അതെ, അതായത് കുറയല്ല, കൂടുകയാണ്. 996 വോട്ട് കൂടി. 35,276 വോട്ടാണ് നമുക്ക് കിട്ടിയത്. നേരത്തെ 34,280 വോട്ടാണ് നമുക്കുണ്ടായിരുന്നത്. ഇനി കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ മന്ത്രിയായിരുന്ന MLA ആയിരുന്ന അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് പറഞ്ഞ എൽ ഡി എഫിന് 2021 63,690 വോട്ടും 2026 46,136 വോട്ടും 17,554 വോട്ടിൻ്റെ കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. യു ഡി എഫിന് 32,995 വോട്ടായിരുന്നു. അത് ഇത്തവണ 37,180, അതായത് 4,188 വോട്ട് കൂടി. 6,371 വോട്ടിന് ഇത്തവണ ബി ജെ പി അവിടെ ജയിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 3 കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു അന്തർധാര? അപ്പം ഞങ്ങളിത് നേരത്തെ പറഞ്ഞു, അവർക്ക് ഇപ്പോഴാണത് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളിത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കുകൾ സംസാരിക്കുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ അപഹാസ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മഞ്ജുഷേ, ഇത്തരത്തിലൊന്നും ആയിരിക്കില്ല. അവർ തോറ്റതെന്തോ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുവാൻ മടിക്കുന്നു. അതുകൊണ്ട് മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തിനാ ഞാൻ ചോദിക്കുന്നത്, ഈ 35 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന LDF എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ബലം പിടിക്കേണ്ട കാര്യം?